അപ്പോ അമ്മ പറഞ്ഞതുപോലെ അമ്പലത്തിൽ കൊണ്ടുപോകാൻ തന്നെയാണോ ഏട്ടൻ്റെ തീരുമാനം? താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷേ അമ്പലത്തിൽ പോകണമെന്നൊക്കെ പറയുമ്പോൾ അമ്മയെ എതിർക്കുന്ന എങ്ങനെയാ? എല്ലാം കൂടി വട്ടമേശ സമ്മേളനം തുടങ്ങിയല്ലേ? എന്നെ പുറത്തു കൊണ്ടുപോകണോ വേണ്ടതെന്നായിരിക്കും ചർച്ചാ വിഷയം. അമ്മ ഒന്ന് സങ്കടം പറഞ്ഞ ഇന്ദ്രേട്ടന്റെ മനസ്സല്ലിയെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇന്ദ്രേട്ടനോട് തന്നെ നേരിട്ട് പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം അമ്മയല്ലേ, എല്ലാം കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ തനിച്ചല്ലോ വിടുന്നത്, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. കൂടെ വരുന്ന അപ്പോ നാളെ ആരാ അമ്മയെ കൊണ്ടുപോകുന്നത്? എടാ, നിനക്ക് നാളെ പറ്റുമോ സത്യ? അയ്യോ, നാളെ പറ്റത്തില്ല. നാളെ എനിക്ക് കുറച്ച് അത്യാവശ്യങ്ങളുണ്ട്, മാറി നിൽക്കാൻ പറ്റത്തില്ല. എങ്കിൽ പിന്നെ നാളെ ഞാൻ തന്നെ കൊണ്ടുപോവാം. പക്ഷേ ഇനിയൊരു ആവശ്യം പറഞ്ഞാൽ നീ തന്നെ കൂടെ പോക്കണം. ആ, അത് ഞാൻ പൊയ്ക്കോളാം. പിന്നെ അമ്മ ഇപ്പൊ അത്യാവശ്യപ്പെട്ട് അമ്പലത്തിൽ പോകണമെന്ന് പറയുന്നത് ഭക്തി മൂത്തിട്ടാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുള്ള നാടകമായിരിക്കും ഇത്. അത് സത്യേട്ടൻ പറഞ്ഞ ശരിയാ, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നേ. അതിനിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ, ഇത്രയ്ക്ക് ഒറ്റപ്പെട്ട സ്ഥിതിക്ക് ഒരുപക്ഷെ അമ്മയുടെ മനസ്സ് മാറിയെന്ന് പറയാൻ പറ്റില്ല. ആർക്ക്? നമ്മുടെ അമ്മയുടെ മനസ്സ് മാറാനോ? കാക്ക മലർന്നു പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. പക്ഷേ നമ്മുടെ അമ്മയുടെ മനസ്സ് മാറി നന്നായെന്ന് പറഞ്ഞാ അത് അംഗീകരിക്കാനൊന്നും പറ്റത്തില്ല. മറ്റുള്ളവർക്ക് എങ്ങനെ പാരവയ്ക്കാമെന്ന് ഓരോ ശ്വാസത്തിലും ചിന്തിച്ചടക്കുന്ന ആളാണ് നമ്മുടെ അമ്മ. ആ സ്വഭാവേ ഈ ജന്മം മാറില്ല. ആ, എന്തായാലും വാക്ക് പറഞ്ഞ സ്ഥിതിക്ക് നാളെ അമ്പലത്തിൽ കൊണ്ടുപോയേ പറ്റൂ. അതെ, ഇന്ദ്രേട്ടന്റെ കൂടെ ആവുമ്പോ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ആ, ഉറക്കായിരിക്കും. ഇന്ന് തന്നെ കാശൊപ്പിക്കാനുള്ള എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം. ആരോട് ചോദിക്കും? മാമനോട് ചോദിച്ചാലോ? ഇങ്ങനെയെങ്കിലും ഒരു സഹായം പുള്ളിയെ കൊണ്ട് ഉണ്ടാവുമെന്ന് നോക്കാം. മാമൻ എന്തായി കളിക്കുന്നത്? മാമനാണോ വണ്ടി കഴുകുന്നത്? ഇതൊക്കെ ഞാൻ ചെയ്യൂലേ? അല്ല, ഏതായാലും ചെയ്തു തുടങ്ങിയല്ലേ, തീർത്തോ. മാമൻ എന്തിനാ ഈ ജോലിയൊക്കെ ചെയ്ത് കഷ്ടപ്പെടുന്നത്? പോയി പണിയെടുക്കാതെ റെസ്റ്റ് എടുത്തപ്പോ. നിനക്ക് എന്നെ കൊണ്ട് എന്തോ ആവശ്യമുണ്ടല്ലോ, എന്താടാ കാര്യം? ഇതാണ് ആൾക്കാരുടെ സ്വഭാവം. നമ്മൾ മനസ്സ് തോർന്നൊന്ന് സ്നേഹിക്കാന്ന് വെച്ചാ അവർക്കത് വിശ്വാസവും. അല്ല മാമ, മാമന്റെ കെയർ ഓഫില് ഈ വണ്ടി പണയം വെച്ച് കാശ് തരുന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പൊ അതാണ് കാര്യം. നിന്റെ പതിവില്ലാത്ത സ്നേഹപ്രകടനം കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ ആവശ്യം ഉണ്ടാവുമെന്ന്. മാമൻ കാര്യം പറ. ഇനി അക്കൗണ്ടിൽ കാശ് വല്ലതും കിടപ്പുണ്ടെങ്കിൽ അതൊന്ന് മറച്ചു തന്നാലും മതി. എന്റെ കയ്യിൽ പൈസ എടുക്കാനില്ല. അല്ലെങ്കിൽ തന്നെ ഇയാളെ കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാവുമെന്ന? മാമന്റെ കയ്യിൽ കാശില്ലേ കുഴപ്പമില്ല, എനിക്ക് കടായിട്ട് കിട്ടിയാലും മതി. നമ്മുടെ വണ്ടി ഈട് കൊടുക്കാം. അങ്ങനെയുള്ള സ്ഥലങ്ങളോ ആൾക്കാരെയോ ഒന്നും എനിക്ക് പരിചയമില്ല. വിനയ, മാമനൊന്ന് ഓർത്തു നോക്കും, ചിലപ്പോ കിട്ടിയാലോ. ഓർത്തു നോക്കിയേ. ആ
ഇല്ലടാ, എനിക്ക് അങ്ങനെയുള്ള സ്ഥലമൊന്നും അറിയില്ല. നീ വേറെ വല്ല വഴി നോക്ക്. കഴുക് ആ സൈഡിലൊക്കെ കഴുക്. ഇതാ അവിടെ